രണ്ടാം ഘട്ട വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ ഷെഡ്യൂൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രണ്ടാം ഘട്ട SIR നടപ്പിലാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. 51 കോടി വോട്ടർമാരുടെ പട്ടിക പരിശോധിക്കും. കരട് വോട്ടർ പട്ടിക ഡിസംബർ 9-നും അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 7-നും പ്രസിദ്ധീകരിക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്? രോഹിണി, രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടത്തുന്നതിന്റെ രണ്ടാം ഘട്ടത്തിന്റെ സമയക്രമമാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടികൾ ഉണ്ടാകുന്നത്. ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപും കൂടാതെ ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരള, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിലാണ് ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണ നടപടി തയ്യാറാക്കുന്നത്. അതിന്റെ സമയക്രമം പരിശോധിക്കുമ്പോൾ ഇന്ന് അർദ്ധരാത്രി മുതൽ തന്നെ നിലവിലുള്ള വോട്ടർ പട്ടിക റദ്ദാക്കും. നാളെ മുതൽ SIR നടപടികൾ ആരംഭിക്കും. അതിന്റെ പരിശീലനവും പുതിയ വോട്ടർ പട്ടികയുടെ പരിശോധനയുമെല്ലാം തന്നെ നാളെ മുതൽ ആരംഭിക്കും. ഓരോ വീടുകളിലെത്തിക്കൊണ്ട് വോട്ടർമാരുടെ വിവരങ്ങൾ പരിശോധിക്കുന്ന നടപടി നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ നടക്കും. ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കും. പിന്നീട് കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ ഉന്നയിക്കുന്നതിനും അത് പരിശോധിക്കുന്നതിനുമുള്ള സമയമുണ്ട്. ഫെബ്രുവരി 7-ന് 2026 ഫെബ്രുവരി 7-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 2026 ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഈ രണ്ടാം ഘട്ടത്തിൽ തന്നെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി കൊണ്ടുവരികയാണ്. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കാനുള്ളതിനാൽ SIR നീട്ടിവെക്കണമെന്നൊരാവശ്യം സംസ്ഥാനത്ത് നിന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന അവലോകന യോഗത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളതിനാൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം ഇപ്പോൾ തന്നെ നടപ്പിലാക്കണം എന്ന തീരുമാനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടത്. ഇതിന്റെ ഭാഗമായാണ് കേരളത്തിലും ഈ രണ്ടാം ഘട്ടത്തിൽ തന്നെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതിൽ വളരെ കൃത്യമായി എന്താണ് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി എന്നുള്ള കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചിട്ടുണ്ട്. അർഹമായവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും അനധികൃതമായി വോട്ടവകാശം നേടിയവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനാണ് SIR നടപടി. അതിന് വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പരാതികൾ പരിഹരിക്കുന്നതിനും ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്ത് ഇതാദ്യമായല്ല വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം നടപ്പാക്കുന്നത്. ഇതുവരെ 8 തവണ, ഏറ്റവും ഒടുവിൽ 2002, 2004 കാലഘട്ടത്തിൽ ഉൾപ്പെടെ 8 തവണ രാജ്യത്ത് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം നടപ്പാക്കിയിട്ടുണ്ടെന്നും ബീഹാറിൽ ഈ 2025 നടപ്പാക്കുന്ന SIRന്റെ ആദ്യഘട്ടം ബീഹാറിൽ വിജയകരമായി പൂർത്തിയാക്കി. രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ 12 ഇടങ്ങളിൽ SIR നടപ്പാക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.